Hello everyone, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു PDF ഫയൽ എങ്ങനെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനായിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. നമുക്കിവിടെ ഒരു PDF ഫയൽ അവൈലബിൾ ആണ്. ആ ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്വേഡ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു ഫയൽ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്, അത് നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അതിനായിട്ട് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഐ ലവ് PDF എന്ന് സെർച്ച് ചെയ്യുക. ശേഷം വരുന്ന റിസൾട്ടിൽ നിന്ന് ilovepdf.com എന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ലഭിക്കുന്നതാണ്. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പ്രൊട്ടക്ട് PDF എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നതാണ്. സോ ഇവിടെ പ്രൊട്ടക്ട് PDF എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ട് ചെയ്യേണ്ട PDF ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. സോ സെലക്ട് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് നൽകുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫയൽ പ്രിവ്യൂവിന് മുകളിൽ നമ്മൾ മൗസ് കഴ്സർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ സൈസും എത്ര പേജസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും നമുക്ക് മറ്റ് PDF ഫയൽസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് വേറെയും PDF ഫയൽസ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇല്ല എങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാസ്വേഡ് 12345 എന്ന് എൻ്റർ ചെയ്തു. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് കാണാൻ സാധിക്കും. ആ സെയിം പാസ്വേഡ് തന്നെ വീണ്ടും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുക. 12345 എന്ന് എൻ്റർ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ ഈ ഒരു പ്രൊട്ടക്ട് PDF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രൊട്ടക്ട് PDF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫയൽ ഇവിടെ ഓട്ടോ ഡൗൺലോഡ് ആവുകയും ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഫയൽ ഓട്ടോ ഡൗൺലോഡ് ആയില്ല എങ്കിൽ ഇവിടെ ഈ ഒരു ഡൗൺലോഡ് പ്രൊട്ടക്റ്റഡ് PDF എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്കിവിടെ ഫയൽ ഓട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കണ്ടില്ലേ, ദിസ് ഡോക്യുമെന്റ് ഈസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്, എൻ്റർ എ പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സോ നമ്മളിവിടെ ഏതെങ്കിലും റോങ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകറക്റ്റ് പാസ്വേഡ് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ലഭിക്കുന്നത്. നമ്മുടെ കറക്റ്റ് പാസ്വേഡ് 12345 എന്നുള്ള കറക്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ഈ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി നമുക്കൊരു വേർഡ് ഫയൽ, നമ്മുടെ കയ്യിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ആണുള്ളത്. ആ ഒരു വേർഡ് ഡോക്യുമെന്റിനെ എങ്ങനെ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ ഒരു വേർഡ് ഫയൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു വേർഡ് ഫയൽ നമുക്കൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. സോ അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫയൽ ഓപ്ഷനിൽ പോവുക. ഫയൽ ഓപ്ഷനിൽ പോയ ശേഷം ഈ ഒരു സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സേവ് ആസ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത ശേഷം ഒരു ഫയൽ നെയിമിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട് എങ്കിൽ ഫയൽ നെയിം മാറ്റാവുന്നതാണ്. ശേഷം സേവ് ആസ് ടൈപ്പ് എന്നുള്ളത് PDF എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ PDF-ലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ PDF എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഈ ഓപ്ഷൻസ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ എൻക്രിപ്റ്റ് ദ ഡോക്യുമെന്റ് വിത്ത് എ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. സോ അവിടെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഡയലോഗ് ബോക്സ് ലഭിക്കുന്നതാണ്. അവിടെ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാസ്വേഡ് മസ്റ്റ് ബി ബിറ്റ്വീൻ 6 characters and 32 characters in length. അതായത് നമ്മുടെ പാസ്വേഡ് 6 ക്യാരക്ടേഴ്സിനും 32 ക്യാരക്ടേഴ്സിനും ഇടയിലുള്ളതാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാനിവിടെ 12345 എന്ന് കൊടുത്തു. വീണ്ടും അതേ പാസ്വേഡ് തന്നെ വീണ്ടും നമ്മളിവിടെ എൻ്റർ ചെയ്യുക. 12345 എന്ന് എൻ്റർ ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയി കഴിഞ്ഞു. ഇനി സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വേർഡ് ഡോക്യുമെന്റിന്റെ ഒരു കോപ്പി ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സോ ഇപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ ഓട്ടോ ഓപ്പൺ ആയിട്ടുണ്ട്.
നമുക്ക് പാസ്വേഡ് അത് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു റോങ് പാസ്വേഡ് ട്രൈ ചെയ്യുന്നു. സോ ഇത് ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് പറയുന്നുണ്ട്. ഇനി കറക്റ്റ് പാസ്വേഡ് ട്രൈ ചെയ്താൽ മാത്രമേ ഇത് ഓപ്പണായി ലഭിക്കുകയുള്ളൂ. സോ ഞാനിവിടെ കറക്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പണായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു PDF ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഡോക്യുമെന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു PDF ഡോക്യുമെന്റ് പാസ്വേഡ് ഇല്ലാതെ തന്നെ എങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിലെ കണ്ടന്റ്സ് കാണാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ടിൽ ദെൻ ബൈ ബൈ.